ആർത്തിക്കൊച്ചേ, ഈ ഷോപ്പിങ്ങിന് ബസ്സിൽ തന്നെ പോണോ? ഞാൻ കാർ എടുത്തല്ലേ വന്നേ, കാറിൽ പോയാ പോരെ? വിക്കിയുടെ അമ്മാവന് എന്നും അനുഭവിക്കുന്ന കഷ്ടം എന്തൊക്കെയാണെന്ന് വിക്കി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതല്ലേ? ആയെ പറ്റൂന്നാണോ? അതിനേക്കാളൊക്കെ കഷ്ടം എന്താന്ന് വെച്ചാ നമ്മൾ ഇപ്പൊ പോകുന്ന സ്ഥലത്തേക്ക് കാറിൽ പോയാൽ തിരിച്ചു വരുന്നത് കഷ്ടം. നമ്മളതിന് ചൊവ്വാഗ്രഹത്തിലോട്ടൊന്നല്ലോ പോണേ. നീ പറഞ്ഞ ബസ്സൊക്കെ എന്നാ വന്നേ? അവിടെ ചെല്ലുന്ന സമയത്ത് വിക്കിക്ക് അത് താനെ മനസ്സിലാവും. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ ബസ്സിൽ പോവാൻ പറഞ്ഞതിന്റെ കാരണം എന്താന്ന്. എന്താ? നിനക്ക് പരിചയമുള്ള ആൾക്കാരെ കാണുമ്പോ അവരെല്ലാരും നിന്നോട് വന്ന് ചോദിക്കും, ഇതാരാ കൂടെയുള്ളത്, കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണോ? അതിനുവേണ്ടിയല്ലേ? വന്നേ ബസ് വന്നു. എന്റെ കോളിങ്ങിനെ അവോയ്ഡ് ചെയ്യുന്നതിന് ഇത്രയും ധൈര്യം കാണിക്കരുത് നീ. എനിക്കൊരു സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യാൻ 1 മിനിറ്റ് ധാരാളമാ. ഈ വീഡിയോ എത്ര പെട്ടെന്ന് വൈറലാകുമെന്ന് ഇനി ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. നിന്റെ നാത്തൂന്റെ മാനം പോരുതെങ്കിൽ നാളെ രാവിലെ 8 മണിക്ക് നിന്റെ വീടിന്റെ അവിടെ എന്റെ കാറ് വരും. എനിക്കെങ്ങനെ നിന്റെ അഡ്രസ്സ് കിട്ടിയെന്നൊന്നും ആലോചിക്കണ്ട. കിട്ടി, അത്ര തന്നെ. ഡ്രൈവർ നിന്നെ സേഫായിട്ട് എന്റെ സ്ഥലത്തെത്തിക്കും. ആൻഡ് നോ മോർ ട്രിക്സ്. നിന്റെ നാത്തൂനെ ഈ ലോകം കാണാതിരിക്കണമെങ്കിൽ നീ ഞാൻ പറയുന്നത് പോലെ കേട്ടേ പറ്റൂ. അതെ, ഈ ബസ്സിൽ പോകുന്ന ഇത്രയും രസമുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്നെ ഓരോ തവണ കാണാൻ വരുമ്പോഴും നമുക്ക് ബസ്സിൽ പോകാൻ തന്നെ ഞാൻ പറഞ്ഞേനെ. അങ്ങനെയാണെങ്കിൽ അതെന്താ? ബസ്സിൽ വരുമ്പോ ഡ്രൈവർ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഒരു ബ്രേക്ക് പിടിക്കുന്നത് നമുക്കറിയില്ലല്ലോ. നീ ബാലൻസ് തെറ്റി വീഴുന്നു, ഞാൻ നിന്നിങ്ങനെ ചേർത്ത് പിടിക്കുന്നു. നമുക്കെന്നാ ഒരു തവണ കൂടെ ബസ്സിൽ പോയിട്ട് വന്നാലോ? ആർതി ഒന്ന് നിന്നേ. ആർതി കൊച്ചേ, എന്നെ എങ്ങോട്ടീ കൊണ്ടുപോകുന്നേ? ഇവനെല്ലാം കേട്ടു എന്ന് പറഞ്ഞത് സത്യമാണെങ്കിൽ എടുത്തു ചാടി എന്തെങ്കിലും തീരുമാനം എടുത്താ ഈ വീഡിയോ അങ്ങനെ അപ്ലോഡ് ആയാലും എന്ത് ചെയ്യും? എന്നെ നീ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. നിനക്ക് എന്താ പറ്റിയേ? അയ്യോ, ഒന്നും കേട്ടിട്ടില്ല. നിന്നോടല്ലേ ഈ ചോദിക്കുന്ന എന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല. കള്ളം പറയണ്ട. 1 മിനിറ്റ് പോലും വായടയ്ക്കാത്ത നീ ഇപ്പൊ സിദ്ധാർത്ഥനോട് പോലും സംസാരിക്കുന്നില്ല. എവിടെങ്കിലും പോയി ഒറ്റയ്ക്കിരിക്കുന്നു. ദിസ് ഇസ് അൺയൂഷ്വൽ. ഐ മീൻ, ഇങ്ങനെ ടെൻഷൻ ആയിരുന്ന നിനക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. നാളെ നീ മൈസൂരിലേക്ക് പോകണ്ടല്ലേ? പ്രസന്റേഷൻ തയ്യാറാക്കി കഴിഞ്ഞോ? സോറി ബോസ്, എനിക്ക് നാളെ മൈസൂരിലേക്ക് പോകാൻ പറ്റില്ല. എനിക്ക് വേറൊരു ജോലിയുണ്ട്. ആക്ച്വലി അതെന്താണെന്ന് വെച്ചാ ബോസ് 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 എന്ത് പറ്റി ബോസ്? ബോസ് 100 രൂപ, ഏതെടുത്താലും 100 രൂപ, ഏതെടുത്താലും 100 രൂപ, 100 രൂപ, 100 രൂപ, ഏതെടുത്താലും 100 രൂപ. വരൂ, വിലക്കുറവ്, വരൂ. നോക്കിയേട്ടാ, നല്ല ഉഗ്രം പോളിസ്റ്ററാണ്. നോക്ക്, എടുക്ക്, 100 രൂപ. ഇഷ്ടമുള്ള നോക്കി എടുത്തോളൂ, 100 രൂപയുള്ളൂ. വരൂ, ആദായ വില 100 രൂപ. ആർതി, എന്ത് കോമഡി സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവന്നേക്കുന്നേ? ഇവര് ഈ വിലക്ക് കർച്ചീഫാണോ അതോ ഡ്രസ്സാണോ വിൽക്കുന്നേ? ഈ ലോകത്ത് വിക്കി കാണാത്ത മറ്റൊരു പ്രപഞ്ചമുണ്ട്. അല്ല, ഈ വിലക്ക് ഈ ഡ്രസ്സൊക്കെ വിറ്റ് അവർക്ക് എന്ത് ലാഭം കിട്ടാം? തുണിയൊക്കെ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന പോലെ വിൽക്കുന്നത്. കണ്ടിട്ട് ഒരുമാതിരി ലാസ്റ്റ് ക്വാളിറ്റി ഡ്രസ്സ് പോലെ തോന്നുന്നുണ്ട്. ഏതെടുത്താലും 100 രൂപ. അത് തരും. ഇതിന് എത്രയേട്ടാ? 100 രൂപ വേണം. അതെന്താ 200 രൂപയോ? 100 രൂപയ്ക്കാണെങ്കിൽ ഞാൻ എടുത്തോളാം. എപ്പോഴും ഇവിടെയല്ലേ ഞാൻ വരാറുള്ളത്. ആവശ്യമില്ലത് വെറുതെ ഒരുപാട് റേറ്റ് കൂട്ടി പറയരുത്. ഒന്നാമത് അയാള് വില കുറച്ചാണ് ഇവിടെ വിൽക്കുന്നത്. ഇനി അതിനേക്കാളും വില കുറയ്ക്കാനാണെങ്കിൽ ഇത് മൊത്തം ഫ്രീ ആയിട്ട് അങ്ങ് വാങ്ങിച്ചു കൊണ്ടുപോയ പോരെ.
ഇല്ല മാഡം കുറയില്ല, എല്ലാം ഫിക്സഡ് റേറ്റാ. 100 രൂപ. ഇത് എന്താ ചേട്ടാ ഇത്? കഴുത്ത് മുറിക്കുന്നത് പോലെ നിങ്ങൾ ചോദിച്ച വില തരാനാണെങ്കിൽ ഇവിടെ വരെ വന്ന് വാങ്ങിക്കേണ്ട കാര്യമുണ്ടോ ഞങ്ങക്ക്? എനിക്കൊന്നും വേണ്ട. ചേച്ചി പോലെ വന്നാട്ടെ, 80 രൂപ വന്നാ മതി. ₹150 ഷർട്ട് ഇവൻ 100 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഷർട്ടിന്റെ ശരിക്കും കോസ്റ്റ് എന്തായിരിക്കും? ഇവന്റെ മാർജിൻ എത്രയായിരിക്കും? എന്തു പറ്റി? വിശ്വരൂപം കണ്ടതുപോലെയുണ്ട്. പ്രപഞ്ചമൊക്കെ ഇങ്ങനെ ഒന്നായിട്ട് നിൽക്കുന്നു. പേരൊന്നും മനസ്സിലാവുന്നില്ല. ചോദിക്കുന്ന വില കൊടുക്കാൻ ചെയ്യരുത്, ഒരുപാട് കുറച്ച് വാങ്ങുകയും ചെയ്യരുത്. സംസാരിക്കുമ്പോ ക്ലിയർ ആയിട്ട് സംസാരിക്കണം. ആദ്യം അവര് തീരുമാനിച്ചു വില ഒട്ടും കുറയ്ക്കില്ലാന്ന്. പിന്നെ നമ്മൾ സംസാരിച്ചപ്പോ നമ്മൾ ചോദിക്കുന്ന വിലക്ക് സാധനം കിട്ടും വിക്കി. അതൊക്കെ ഒരു തരം ട്രിക്ക് അല്ലേ? നമ്മള് മിഡിൽ ക്ലാസ് ഫാമിലിയാണേ. ഞാനത് കണ്ടതാ. വിക്കിന്റെ കൂടെ ഇതുപോലെ ഷോപ്പിങ്ങിന് വരികയാണെങ്കിൽ വിക്കിക്ക് ഇത് പ്രാക്ടീസ് ആവും. വന്നേ നമുക്ക് ഷർട്ട് നോക്കാം. ബോസ് ഞാൻ പറയുന്നു, നീ കേക്ക് ബോസ്. നീ എന്റെ തലേ കയറാൻ നോക്കുവാണോ? ഞാൻ നിന്റെ പ്രോബ്ലംസ് കേൾക്കണോ അതെന്റെ കമ്പനിയെ നോക്കണോ? കമ്മിറ്റായ ജോലി പോലും ചെയ്യാൻ പറ്റില്ല നിനക്ക്. ബോസ് അത് ഒരക്ഷരം മിണ്ടരുത്. നാളെ പോവാന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? പെട്ടെന്ന് എന്താ നിനക്ക് പറ്റിയേ? ഓക്കെ, നിനക്ക് നീ അത്ര ദൂരം ഒറ്റയ്ക്ക് പോവാൻ പേടിയാണെന്നുണ്ടെങ്കിൽ ഞാനും വരില്ലേ നിന്റെ കൂടെ? എനിക്കിത് അപ്പോഴേ അറിയാമായിരുന്നു നിങ്ങളും കൂടെ പോകുമെന്ന്. ഞാൻ ഓൾറെഡി ഇൻഫോം ചെയ്തതാ. നമ്മുടെ കമ്പനിയിൽ നിന്ന് എനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ വേറെ ആരെങ്കിലും വിടാന്ന് ഞാൻ രാവിലെ ഇൻഫോം ചെയ്തതാ അവരോട്. അതുകൊണ്ടാണ് നാളെ മീറ്റിംഗ് കൺഫേം ആയത്. ഇപ്പൊ നീ പെട്ടെന്ന് പോവില്ലെന്ന് പറഞ്ഞ അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? സോറി ബോസ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാ. അതുമാത്രല്ല, പൊക്കോളാന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. അതൊന്നും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. അതുമാത്രല്ല, ഈ പ്രശ്നമൊന്നും നടക്കില്ലെന്നും അല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താ നിന്റെ പ്രശ്നം? ഞാൻ പോകാന്ന് പറഞ്ഞതിന് ശേഷം ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യം വന്നു. അതെനിക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ അങ്ങോട്ട് ലീവ് പറയാൻ വരികയായിരുന്നു. അപ്പോഴേക്കും നിങ്ങളിങ്ങോട്ട്. നോക്ക്, നിനക്ക് നിന്റെ പേഴ്സണൽ ലൈഫാണ് ഇമ്പോർട്ടൻസ് എങ്കിൽ ഇനി എന്റെ ഓഫീസിലേക്ക് വരണമെന്നില്ല. പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും രണ്ടായി കാണാൻ പഠിക്കണം. അതിനൊരിക്കലും കൂട്ടിക്കൊഴിക്കാൻ പാടില്ല. അതെങ്ങാനും മിക്സ് ചെയ്ത് കഴിഞ്ഞാ നിനക്ക് ഒരിക്കലും ഒന്നിലും കോൺസെൻട്രേഷൻ കിട്ടില്ല. ശരിയാണ് ബോസ്, നിങ്ങൾ പറഞ്ഞത് ഞാൻ. നിനക്ക് നിന്റെ കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ടായിരിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ലല്ലോ. നിനക്കെല്ലാം തമാശ കളിയാ. അതിനി നടക്കില്ല. അത് അങ്ങനെയല്ല ബോസ്. ആക്ച്വലി പേഴ്സണൽ കാര്യമാണല്ലേ? ഓക്കെ, അത്രയും ഇമ്പോർട്ടന്റ് ആയ പേഴ്സണൽ കാര്യം എന്താ ഉള്ളതെന്ന് പറ. നാളെ കഴിഞ്ഞ് മറ്റന്നാ എന്റെ കല്യാണമാ. വണ്ടി ഞാൻ അയച്ചേക്കാം, വന്നേക്കണം. നിന്റെ നാത്തൂനെ ലോകം മുഴുവൻ കാണണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നീ അനുസരിച്ചേ പറ്റൂ. എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഒരു കാര്യമില്ല അല്ലേ? ജോലി ചെയ്യാതെ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കല്ലേ നീ? അങ്ങനെയല്ല ബോസ്, പക്ഷെ എനിക്കത് നിങ്ങളോട് പറയാൻ പറ്റില്ല. എന്താ നിനക്ക് പറയാൻ പറ്റാത്തെ? നീ എന്റെ ഫാമിലിയാണ്, ഞാൻ നിന്റെ ബോസുമാണ്. ഞാൻ പറഞ്ഞ ജോലി ചെയ്യാത്ത എന്താന്ന് നീ എന്നോട് പറയണം. എന്തെങ്കിലും പ്രശ്നം വന്നാൽ നീ എന്നെ വിളിക്കും, ഞാനത് സോൾവ് ചെയ്യണം. പക്ഷെ ഇപ്പൊ എന്താ നിനക്ക് പറയാൻ മടി? അത്രയ്ക്കും പേഴ്സണലായ കാര്യം എന്താന്ന് പറ. ഒരുപാടുണ്ട്. ഞാൻ ഇവിടുത്തെ എംപ്ലോയിയാ, നിങ്ങൾ എന്റെ ബോസും. പുറത്തെ എന്റെ പ്രിൻസിപ്പൾസ് വേറെയാ, നിങ്ങളുടെ പ്രിൻസിപ്പൾസ് മറ്റൊന്നാ. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആവില്ല. നമ്മൾ ഫ്രണ്ട്സ് പോലും അല്ല. ആകെ നിങ്ങളുടെ അനിയൻ എന്റെ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്നു, അല്ലാതെ നിങ്ങൾ എന്നെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇടയിൽ പേഴ്സണൽ ഒന്നും ഇല്ല. ഒരു ക്ലോസ്നെസ്സും നമ്മൾ തമ്മിൽ ഇല്ല. ഇന്നും ഇല്ല, നാളെയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റാത്ത 1000 കാര്യങ്ങൾ ചിലപ്പോ ഉണ്ടാവും. ഞാൻ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാ. എനിക്കതിന് ലീവ് തന്നേ പറ്റൂ.
അതെ ആരതി, നീ ഒരു സ്പെഷ്യൽ ആളാട്ടോ. മനസ്സൊന്നും സംസാരിക്കില്ല, ഒറ്റ പൈസ ചെലവാക്കില്ല. നീ എന്താ ഇങ്ങനെ? എങ്ങനെ? ഞാൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ 2-3 ലക്ഷം രൂപ ചെലവാക്കും. നീ ഇപ്പൊ എല്ലാ സാധനം കൂടെ 3000 രൂപയ്ക്ക് വാങ്ങിച്ചല്ലോ. 3000 രൂപ തന്നെ എനിക്ക് വളരെ കൂടുതലാണ് വിക്കി. കുട്ടിക്കാലത്ത് വർഷത്തിൽ ഒരിക്കലും ഒരു തുണി എടുക്കുമ്പോൾ പോലും ഞാൻ ഒരുപാട് തവണ ആലോചിക്കാറുണ്ടായിരുന്നു. എത്രയായാലും ചെലവാക്കാൻ ഭയങ്കര എളുപ്പമാണ്, അത് ഉണ്ടാക്കി എടുക്കാനാണ് കഷ്ടപ്പാട്. കാശ് നിങ്ങളുടേതാണെന്ന് കരുതി ഒരുപാട് ചെലവാക്കേണ്ട ആവശ്യമുണ്ടോ? വെറുതെ അങ്ങനെ ചെലവാക്കുന്ന ആരാ പറഞ്ഞേ? ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യമല്ലേ? കാണുമ്പോഴത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമായിട്ടൊക്കെ തോന്നും. എന്നാൽ അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചിരിക്കും. ഏത് തുണി വേണം, എത്ര നല്ല മെറ്റീരിയൽ വേണം എന്നുള്ളതൊക്കെ എല്ലാം ശരിയാണ്. എന്നാൽ ഇതിനൊക്കെ ഒറ്റ അർത്ഥേ ഉള്ളൂ. നാണം മറിക്കാൻ ഉപയോഗിക്കുന്ന തുണി ലക്ഷം രൂപയുടെ ആയിരിക്കണം എന്ന് ഒരു നിർബന്ധമില്ല വിക്കി. നിന്നെ കണ്ടിട്ട് എനിക്കിപ്പോ ഒരു ഉപദേശിയെ പോലെ തോന്നുന്നുണ്ട്. വെറുതെ ഓരോന്നും പറയല്ലേ വിക്കി. ഉപദേശിയാണ് ഉപദേശി. ഗ്രാമറിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷെ നിന്റെ ഈ ഗ്ലാമറിന് ഇനിയും നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കണം. സീരിയസ്ലി. നമ്മൾ രണ്ടുപേരിൽ ആരെങ്കിലും ഒരു തീരുമാനം എടുക്കണം. വിക്കി എന്തായാലും തീരുമാനം എടുക്കില്ല, അതുകൊണ്ട് ഞാൻ ആ തീരുമാനം എടുത്തു. ഇതാ പറയുന്നേ, പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടണമെന്ന്. എന്റെ ആർത്തി കൊച്ചേ, നീ സൂപ്പർ ലേഡിയാ. കാശ് വരുമ്പോ ചില പെണ്ണുങ്ങൾ ഇങ്ങനെ മുന്നിൽ ചാടി വീഴും. നീ എങ്ങനെയാണെങ്കിലും ആ കാറ്റഗറി പെട്ടതല്ല. എന്തൊക്കെയായാലും എന്റെ സെലക്ഷൻ അല്ലേ. ദൈവം ഏത് നിമിഷത്തിലാണ് കറക്റ്റായിട്ട് ഇവിടെ തന്നെ എന്റെ മുന്നിൽ കൊണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കൊരു അടിപൊളി പെണ്ണിനെ കിട്ടിയത്. നമ്മൾ തമ്മിലുള്ള സ്നേഹം കുറച്ച് കൂടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് പരിണയം മാത്രം. ശരി, ഞാൻ വേദാന്തിനോടൊന്ന് സംസാരിക്കട്ടെ. എന്താ സിദ്ധാർത്ഥ്, എന്താ ഒരു ടെൻഷൻ മുഖത്ത്? വേദാന്ത് അമൂല്യോട് ഒരു കോൺഫറൻസിന് വേണ്ടി മൈസൂർക്ക് പോകാൻ പറഞ്ഞു. അമൂല്യ ആദ്യം സമ്മതിച്ചതാ, പക്ഷെ ഇപ്പോ അവള് പോകാൻ പറ്റില്ലെന്നാ പറയുന്നത്. വേദാന്തും അമൂല്യയും ഓഫീസിൽ വെച്ച് വഴക്കിട്ടെന്നാ കേട്ടെ. സുമേഷ വിളിച്ചു പറഞ്ഞു. വഴക്കോ? ആ കാര്യത്തിനോ? ഞാനെന്ത് ചെയ്യാനാ, ഇവരിടയ്ക്ക് ഇങ്ങനെയാ. ഇന്ന് ഞാൻ ലീവ് എടുത്ത് നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചതാ. എന്റെ ആബ്സെൻസിൽ അവിടെ എന്തൊക്കെയാ സംഭവിച്ചതെന്ന് അറിയില്ല. സംതിങ് ഈസ് റോങ് സിദ്ധാർത്ഥ്. ഞാൻ ഇന്നലെ അമൂല്യക്ക് ഫോൺ ചെയ്തിരുന്നു, അപ്പോഴും അവൾ അപ്സെറ്റ് ആയിരുന്നു. ഇപ്പതാ അവര് വഴക്കിട്ടെന്നും പറയുന്നു. എനിക്കാണെങ്കിൽ ടെൻഷൻ ആവുന്നു സിദ്ധാർത്ഥ്. ഏയ്, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇക്കാര്യത്തില്. അവരാദ്യമായിട്ടൊന്നുമല്ലല്ലോ ഇങ്ങനെ. പിന്നെ ആ സമയത്ത് ഓഫീസിൽ ഞാനുള്ളപ്പോ അവരെ സമാധാനിപ്പിക്കാറാ പതിവ്. ഇന്ന് ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് സോ അതാ കാരണമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്നാലും നീ ഒരുപാട് ആലോചിക്കണ്ട. ഞാൻ അവരോട് രണ്ടുപേരോടും സംസാരിക്കാം. സോറി, ഞാനൊരു ചെറിയ കാര്യം വലുതാക്കി പറഞ്ഞ് നിന്നെ ടെൻഷൻ അടിപ്പിച്ചല്ലേ. അങ്ങനെയൊന്നുമില്ല സിദ്ധാർത്ഥ്, നിങ്ങൾ എന്നും സൂപ്പറാ. നീ ഇതൊന്ന് നോക്കിക്കേ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എൻ്റെ കല്യാണമാ. വണ്ടി അയച്ചേക്കാം, വന്നേക്കണം. എനിക്ക് നാളെ മൈസൂരിലേക്ക് പോകാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ എംപ്ലോയിയാ, നിങ്ങൾ എന്റെ ബോസും. നിങ്ങളുടെ അനിയൻ എന്റെ ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോകുന്നു, അല്ലാതെ നിങ്ങൾ എന്നെയല്ല. നമ്മുടെ ഇടയിൽ ഒരു ക്ലോസ്നെസ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴും ഇല്ല, ഇനിയൊട്ടും ഉണ്ടാവാനും പോകുന്നില്ല. ഐ എം സോറി വേദാന്ത്, ഞാൻ നിങ്ങളോട് വളരെ റൂഡായിട്ട് സംസാരിച്ചു എന്ന് തോന്നുന്നു. എന്നാ അതല്ലായിരുന്നു എന്റെ ഉദ്ദേശം. ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും അതിനെപ്പറ്റി ചോദിച്ചപ്പോ എനിക്ക് നിങ്ങളോട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഒരു പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നീ വീണ്ടും എന്നോട് അത് തന്നെ ചോദിക്കുമായിരുന്നു. എന്നാ എനിക്ക് നിന്നോട് സത്യം പറയാനും പറ്റില്ല. ഒരു പക്ഷെ നീ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ നിന്റെ ദേഷ്യത്തിൽ എടുത്തു ചാടി നീ എന്തെങ്കിലുമൊക്കെ ചെയ്താ ചേച്ചിയുടെ ജീവിതം നശിച്ചു പോകാൻ പോകുന്നേ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഐ എം സോറി.
വിക്കി കുടിച്ച ജ്യൂസില് എന്തോ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഇത്രയ്ക്കും തലയ്ക്ക് പിടിച്ചത്. ആയിരിക്കും. എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു ഫുള്ള് ബോട്ടിൽ അടിച്ചാലും ഇതുപോലെ എനിക്ക് കിക്കാവാറില്ല. നിങ്ങൾക്ക് ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിക്കകം ഇതെല്ലാം ശരിയായിരിക്കണം. ആരതിയും വിക്കിയും ഒരു ദിവസം പോലും സമാധാനത്തോടെ ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്താ മോളെ കാര്യമായിട്ട് ആലോചിക്കുന്നേ? ചില സമയത്ത് ചില തീരുമാനങ്ങൾ എടുക്കാൻ ഒരുപാട് കഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയച്ചാ. തീരുമാനങ്ങൾ എടുക്കാൻ എപ്പോഴും ബുദ്ധിമുട്ടാ മോളെ. മുന്നോട്ട് എന്ത് സംഭവിച്ചാലും ആ തീരുമാനത്തിൽ പിടിച്ചു തന്നെ നിൽക്കണം. അതെ അച്ഛാ, വലിയ കഷ്ടമാണെന്ന് എനിക്കും തോന്നി തുടങ്ങി. എവിടേക്കോ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പോലെ തോന്നുന്നു. എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്താ പറ്റിയേ? കുറച്ച് വലിയൊരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് അച്ഛാ ഞാൻ. വലിയൊരു പ്രശ്നമാണ് അച്ഛാ. പ്രോബ്ലം എന്താ മോളെ അത്? അതെങ്ങനെ പറയണമെന്ന് പോലും എനിക്കറിയില്ല. വലിയ കഷ്ടമാണെന്ന് തോന്നുന്നു. ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതാണോ? ഞാൻ വലിയവരാണ്, സ്വന്തം കാലിൽ നിൽക്കുകയാണ്, നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് എന്നൊക്കെയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അത് സഹജമാണ്. എന്നാൽ ബുദ്ധിമുട്ട് മാറാനുള്ള അവസരവും ആ പ്രശ്നത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചിരിക്കും. അത് ഓർത്താ മതി. ഈ കഷ്ടപ്പാട് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു വരണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അത് നമ്മുടെ എതിർസ്ഥാനത്ത് നിൽക്കും. പക്ഷെ അതൊന്നും ശാശ്വതമല്ല. ഒരുപാട് കഷ്ടമാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ വരുമ്പോ നീ കണ്ണടയ്ക്കണം. നീ ഒരുപാട് സ്നേഹിക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരണം. അത് ആര് തന്നെ ആയിക്കോട്ടെ. അച്ഛൻ, അമ്മ, ചേച്ചി, അനിയത്തി, കൂട്ടുകാര്, അങ്ങനെ ആരെങ്കിലും ആയിക്കോട്ടെ. അവർ നിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ അവരെന്തു പറയുന്ന ആലോചിച്ച് നോക്കണം. എന്നിട്ട് നീ തീരുമാനം എടുക്കണം. എന്താണ് പറയേണ്ടതെന്ന് നിനക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും. ശരിക്കും അങ്ങനെയൊക്കെ പറ്റുമോ അച്ഛാ? അത് തീർച്ചയായിട്ടും പറ്റുമോളെ. ഇതെന്റെ സ്വന്തം അനുഭവം. എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ എന്റെ അച്ഛനെയോ പ്രമീളയോ മനസ്സിൽ വെച്ച് ആലോചിക്കും. ഞാൻ എല്ലാ തവണയും അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് ഉത്തരം കിട്ടുമായിരുന്നു. നീയും അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, നിനക്കും ഉത്തരം കിട്ടും. അത് നടക്കുന്നില്ല എന്നാണെങ്കിൽ അച്ഛനായിട്ട് ഞാനുണ്ടല്ലോ ഇവിടെ. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞാനത് പരിഹരിച്ചോളാം. അല്ല, അവസാനം എന്നെ എതിർക്കാൻ തുടങ്ങിയല്ലേ നീ? വിക്രാന്തിന്റെ ചേട്ടനാണ് ഞാനെന്ന് ഒഴിച്ച നീ എനിക്ക് ആരുമല്ലെന്ന് നീ പറഞ്ഞല്ലോ. എന്ത് ധൈര്യം ഉണ്ട് അവക്ക് അങ്ങനെ പറയാൻ? നീ എന്നെ കൺട്രോൾ ചെയ്യാൻ വരണ്ട. ഞാനും നീയും ഫ്രണ്ട്സും അല്ല. ഇതിന്റെ പേഴ്സണൽ കാര്യമൊന്നും പറഞ്ഞില്ലേ? എന്തൊരു അഹങ്കാരിയാ അവള്. അവള് പറഞ്ഞാൽ എന്താ തെറ്റ്? ശരിക്കും നീ അവളുടെ ആരാ വേദാന്ത്? നിങ്ങൾ തമ്മിലെ ബന്ധം എന്താ? നീ എന്തിനാണ് അവളെ ഓർത്തിങ്ങനെ വിഷമിക്കുന്നേ? അവൾക്ക് നാളെ കോൺഫറൻസിൽ പോകാൻ പറ്റില്ലെങ്കിൽ നീ പോയിട്ട് വാ. നീ എന്തിനാ വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നേ? ആദ്യമായിട്ട് അവളൊന്ന് റൂഡായി സംസാരിച്ചപ്പോ നിനക്ക് വിഷമം തോന്നിയല്ലേ? ഇതുപോലെ എത്ര തവണ നീ അവളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. വേദാന്ത്,
അമ്മയ്ക്ക് നിന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറയുന്നു. അതിനുവേണ്ടി കൊണ്ടുവന്നതാ. അതെ മോനെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മോനെ.